SSF അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ഷജറകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അങ്ങനെ തന്നെ പറയേണ്ടതെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം. ഷജറകൾ തന്നെ നമ്മളെ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളെ. എന്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ആദർശം, ഈ അമാനത്ത്, ഈ ആദർശം അതിനുവേണ്ടിയല്ലേ സഹാബത്ത് ജീവിച്ചത്? എന്ത് ദ്രോഹങ്ങൾ വന്നാലും ശരി ആ ദ്രോഹങ്ങളൊന്നും വിലവെക്കാതെ ഇതിൻ്റെ സൂക്ഷിപ്പ് അവർ നടത്തിയതായിട്ടല്ലേ ചരിത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ച്, ഈ ആദർശം സൂക്ഷിച്ച് പതരാതെ നിൽക്കുന്ന ആളുകളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഒരു വലിയ വലിയ വൃക്ഷത്തോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. സഹീഹ് ബുഖാരിയിലെ ഹദീസ് നമുക്ക് കാണാൻ കഴിയല്ലോ. ആ ഒമിനശ്ശദരി ഷദറ എന്ന് പറഞ്ഞുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, മഹത്തായ ഒരു വൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശേഷണങ്ങൾ ഹദീസിൻ്റെ പല ഭാഗങ്ങളിൽ പലയിടത്തായിട്ട് പിന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതായി കാണും. അതിൻ്റെ ഇല കൊഴിഞ്ഞു വീഴുകയില്ല, അത് ഉറച്ച ഏത് കാറ്റിലും കോളിലും അതിന് യാതൊന്നും സംഭവിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഉറച്ച ഒരു വൃക്ഷം മാത്രമല്ല, അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ എല്ലാ അംശങ്ങളും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഖുർആനിലും അങ്ങനെ തന്നെ ഒരു വൃക്ഷം, കലിമത്തുൻ തയ്യിബ, അതിൻ്റെ ഉദാഹരണം. മറ്റേത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഉദാഹരണമായിട്ടാണ് ഒരു വൃക്ഷം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് കലിമത്തുൻ തയ്യിബയിലൂടെയും തന്നെ ആ കലിമത്തുൻ തയ്യിബ ഉൾക്കൊള്ളതായിരിക്കുന്ന ഒരു യഥാർത്ഥ മൂമിൻ. ആ മൂമിനും അവൻ തന്നെ വിശുദ്ധ ഖുർആൻ ആ മൂമിനെ പരിചയപ്പെടുത്തുന്നത് കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തും വഫറഉഹാ ഫിസ്സമാ തൂതി ഉക്കുലഹാ കുല്ല ഹീനിൻ ബിഇذن റബ്ബിഹാ. ഒരു യഥാർത്ഥ മൂമിൻ ആദർശം കാത്തു സൂക്ഷിക്കുന്ന, അത് അമാനത്തായി കാത്തു സൂക്ഷിക്കുന്ന ഒരു യഥാർത്ഥ മൂമിൻ, ആദർശശാലിയായ യഥാർത്ഥ മൂമിൻ, ആ മൂമിൻ കശജറത്തിൻ തയ്യിബ ഒരു പരിശുദ്ധ വൃക്ഷം പോലെയാണ്. അതിൻ്റെ മുരട് ഭൂമിയിൽ അത് പതിഞ്ഞു കിടക്കുന്നു, ആഴ്ന്നു കിടക്കുന്നു. അതിൻ്റെ കൊമ്പുകൾ, ചില്ലുകൾ അതങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നു മുകളിൽ. അതേ അവസരം അതിന് സദാസമയവും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോ യഥാർത്ഥ ഒരു ആദർശവാദി, ദീനിന്റെ ഒരു ആദർശവാദി, ആ ആദർശവാദിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപമിച്ച് തന്നത്. ആ ആദർശവാദിയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉപമിച്ച് തന്നത്. എന്താ? ഷജറ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആദർശം അമാനത്താണ് എന്ന് എല്ലാ തലങ്ങളിലും വിശദീകരിക്കുന്ന ഈ SKSSF അടക്കം അതിനോട് ബന്ധപ്പെട്ടവരടക്കം അവരൊക്കെ ഷജറകൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അങ്ങനെ തന്നെ പറയേണ്ടതെന്നാണ് നമ്മളൊക്കെ അഭിപ്രായം. ഷജറകൾ തന്നെ നമ്മളെ പറയേണ്ടത് അങ്ങനെയാണ് നമ്മളെ. എന്തുകൊണ്ട്? ആദർശത്തിൽ ഉറച്ചു നിൽക്കുക, അതാണല്ലോ ഇപ്പോൾ SKSSF ചെയ്യുന്നത്. വാസ്തവത്തിൽ സമസ്ത അതിനു വേണ്ടിയാണ്, ആദർശത്തിന് വേണ്ടിയാണ്, ഈ ആദർശത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ്. സമസ്തയുടെ ആദർശമാണ് SKSSFന്റെ ആദർശം. സമസ്തയുടെ ആദർശം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നതാണ് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതാണ് നമ്മുടെ ആദർശം. SKSSFന്റെ ആദർശവും സമസ്തയുടെ ആദർശവും സത്യവിശ്വാസികളുടെ ആദർശം, യഥാർത്ഥ ആദർശം അത് തന്നെയാണ്. അതിന്റെ സംരക്ഷണമാണ് കഴിഞ്ഞ കാല മഹാരഥന്മാർ നിർവഹിച്ചത്. ഓരോ കാലത്തും ചിലപ്പോൾ നേർക്കുനേരെയുള്ള ശത്രുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ ഉള്ളിൽ നിന്നുള്ള ശത്രുക്കൾ ഉണ്ടാവും. ശത്രുക്കളുടെ രൂപങ്ങൾ പലതാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയുള്ള ശത്രുക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കൊക്കെ അറിയാമല്ലോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം അതങ്ങനെ വിവരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവര് അല്ലാത്തവര് അതൊക്കെ ഒന്ന് തനി കാഫിറുകൾ, അല്ലാഹുവിൽ തീരെ വിശ്വാസമില്ലാത്ത തനി ശത്രുക്കളാണ്. മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. വേറൊരു വിഭാഗം പുറത്ത് മുസ്ലിമാണെന്ന് കാണിക്കും, അതേ അവസരം ഉള്ളിൽ അവർ തനി ശത്രുക്കളാണ്. അങ്ങനെയുള്ള അവർക്കാണ് മുനാഫിക്കീങ്ങൾ. ഖുർആന്റെ തുടക്കത്തിൽ തന്നെ പരിചയപ്പെടുത്തി. ഒന്ന് യഥാർത്ഥ മുത്തഖീങ്ങൾ, അതാണ് മുത്തഖീൻ അല്ലദീന യുമിനൂന എന്ന് പറഞ്ഞുകൊണ്ട് ആ യഥാർത്ഥ മുത്തഖീൻ. ഇങ്ങനെ മൂന്ന് വിഭാഗം വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്.
അത് മനുഷ്യരെ 3 വിഭാഗമാക്കിയതാണ്. അത് കാലാകാലങ്ങളിൽ അത് ഉണ്ടാകും. ആ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ ജീവിക്കുന്ന ആളുകൾ അത് ശ്രദ്ധാപൂർവം അതിനെയൊക്കെ നേരിടേണ്ടി വരും എന്നും കൂടി ഖുർആൻ അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദർശവുമായിട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ചിലത് ഇസ്ലാമിന്റെ നേരെ ശത്രുക്കൾ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രധാനമായി ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയാലോ. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ ആദർശ ധീരതയിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റസൂലുള്ളാഹി കഴുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്ന അവസരത്തിൽ ഹുബൈബെ, നിന്റെ സ്ഥാനത്ത് നിന്റെ നേതാവ് മുഹമ്മദിനെ നിർത്താൻ നിനക്ക് സമ്മതമുണ്ടോ? എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ നിനക്ക് സ്വസ്ഥമായി സുഖമായി നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോൾ എന്റെ സ്ഥാനത്ത് എന്റെ നേതാവിന്റെ കാലിനടിയിൽ ഒരു മുള്ളു തറക്കുന്നതിന് പകരം എന്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാം, നിങ്ങൾ അനുവാദം തരുന്നു എന്ന് പറയാൻ അതുപോലും ചെയ്യാൻ എനിക്ക് സ്വകാര്യമല്ല എന്നാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്.